ഹലോ എൻ്റെ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു. ഞാൻ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു. നമ്മൾ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളൊരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ദൈവത്തോടും യൂണിവേഴ്സിനോടും നന്ദി പറയണം. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഓരോ പ്രവൃത്തിയിലും നന്മയുള്ളവരായിരിക്കണം. നമ്മൾ ആരെയും വിഷമിപ്പിക്കാനോ ബുദ്ധിമുട്ടിപ്പിക്കാനോ ഒന്നും പോകരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എന്തോരം നന്മകൾ ദൈവം തന്നിരിക്കുന്നു. നമുക്ക് കണ്ണ്, കാത്, ചെവികൾ, ശ്വസിക്കുക. എത്രയോ പേര് ഇതൊന്നും ഇല്ലാതെ ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ മനസ്സിൽ ഓർക്കണം. ഞാനിങ്ങനെ ബാൽക്കണി നിൽക്കുമ്പോൾ ഓരോ പറവകൾ അല്ലെങ്കിൽ ഈ ഓരോ ഡോഗ്സൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ ഓർക്കും അവരുടെ ജീവിതം നമ്മുടെ ജീവിതം എന്ത് വ്യത്യാസമുണ്ടല്ലേ. അപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഒരു രാത്രിയിൽ കിടക്കുമ്പോൾ ഇന്ന് നാളെ എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ നമ്മൾ എഴുതി വെക്കുകയും അല്ലെ ടൈം മാനേജ്മെൻറ്റ് ചെയ്യണമെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അതൊന്നും നടക്കില്ല. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുക. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നേടാനില്ല. ഈ പൂവുകൾ കണ്ടോ, എന്തോരം വിടർന്ന് നിൽക്കുന്നു. അതെന്തിനാ? നമ്മൾ ഈ പൂവിനെ പോലെ ആയിരിക്കണം. നമ്മൾ ഓരോ പ്രഭാതവും ഉണരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്മകളാലും ഒരു മനുഷ്യനെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ കുറ്റം പറയാനോ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ നാവിനെ ഉയർത്താൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും നമുക്ക് നല്ല പ്രതിഫലം കർത്താവ് തരും. അപ്പം ഒരു ട്രെയിൻ പോകട്ടോ. ഞാനപ്പം എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഓഫ് ചെയ്തേക്കുമല്ലോ. ട്രെയിൻ എത്രയോ ദൂരെ പോകുന്ന, ഇത് മംഗലാപുരത്ത് പോകുന്ന ട്രെയിനാണ് നമ്മുടെ നാട്ടിലോട്ട്. ഞങ്ങളുടെ അടുത്തൂടെയാണ് പോകുന്നത്. അപ്പം എന്തൊരു രസമല്ലേ കാണാനൊക്കെ. അയ്യോ, ഇതിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുമ്പോൾ നാട്ടിലോട്ട് പോകാനൊക്കെ തോന്നുക. അതുപോട്ടെ. പിന്നെ നമ്മൾ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു മനുഷ്യർക്കും ദ്രോഹം ചെയ്യരുത്. നമ്മൾ ജീവിക്കുന്നത് തന്നെ നമുക്ക് വേണ്ടി ആയിരിക്കണം. സെൽഫ് ലവ്, പ്രത്യേകിച്ച് സെൽഫ് ലവ് ചെയ്യണം. നമ്മളെ തന്നെ സ്നേഹിക്കണം. അപ്പം മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കും അല്ലേ. അതുകൊണ്ട് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച പാഠങ്ങൾ, നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങളിലും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത് അല്ലേ. മറ്റുള്ളവരെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അതൊന്നും പാടില്ല. നമ്മൾ വീട്ടമ്മമാർ നമുക്കൊരു ഉണർവും നമ്മൾ മറ്റുള്ളവരെ നോക്കി അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുണ്ട് ഇതുണ്ട് അതൊന്നും ചിന്തിക്കാൻ പാടില്ല. നമ്മുടെ കാര്യങ്ങൾ നോക്കി പോസിറ്റീവായിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രമേ വരുള്ളൂ. നമ്മുടെ കഴിവുകൾ നമ്മൾ പ്രയോജനപ്പെടുത്തുക, മറ്റുള്ളവരെ കാണിക്കുക. താങ്ക് യു. ബായ്.